ഒരുവിട്ട് പ്രാർത്ഥിക്കുമ്പോൾ ദൈവത്തിൻ്റെ വചനം നമ്മിൽ സമൃദ്ധമായി വസിക്കും. ഇപ്പോൾ നമ്മൾ പാടാൻ പോകുന്ന സങ്കീർത്തനം 65 സമൃദ്ധി ചൊരിയുന്ന ദൈവത്തെക്കുറിച്ചാണ്. പഴയ നിയമത്തിലെ സമൃദ്ധി എന്ന് പറയുന്നത് അബ്രാഹത്തിൻ്റെയും ഇസഹാക്കിൻ്റെയും യാക്കോബിൻ്റെയും ഒക്കെ കാലത്ത് സമൃദ്ധി എന്ന് പറയുമ്പോൾ ഉദ്ദേശിക്കുന്നത് അവരുടെ വയലും കന്നുകാലികളും ആടുകളും ഒക്കെ എത്രമാത്രമുണ്ട് അതായിരുന്നു ദൈവത്തിൻ്റെ അനുഗ്രഹം എന്ന് ഉദ്ദേശിക്കുക. ഇസ്രായേൽ ജനം തങ്ങൾക്ക് വിള നൽകിയ സമൃദ്ധി നൽകിയ ദൈവത്തെ വയലുകളിലും മുന്തിരിത്തോട്ടങ്ങളിലൊക്കെ നിന്ന് പാടി പ്രകീർത്തിച്ചിരുന്ന സങ്കീർത്തനമായിരുന്നു 65-ാം സങ്കീർത്തനം. ദൈവമേ, സിയോനിൽ വസിക്കുന്ന അങ്ങ് സ്തുത്യർഹനാണ്. അങ്ങേക്കുള്ള നേർച്ചകൾ ഞങ്ങൾ നിറവേറ്റും. പ്രാർത്ഥന ശ്രമിക്കുന്നവനെ മർത്യരെല്ലാം പാപഭാരവുമായി അങ്ങയുടെ സന്നിധിയിൽ വരുന്നു. സങ്കീർത്തകൻ ഇത് പാടുമ്പോൾ നാം മനസ്സിലാക്കണം, അന്ന് പരിശുദ്ധാത്മാവ് നൽകപ്പെട്ടിട്ടില്ല. അതുകൊണ്ട് അവരെല്ലാം പാപഭാരത്താൽ നിറഞ്ഞ് ഒരു രക്ഷകൻ വരുമെന്ന പ്രതീക്ഷയോടെ കാത്തിരുന്നാണ് പാടുക. നമ്മളിനി അതിനെക്കുറിച്ചാണ് കേൾക്കാൻ പോവുക. അന്ന് നീതി വെളിപ്പെട്ടിട്ടില്ല, കൃപയും സത്യവും വെളിപ്പെട്ടിട്ടില്ല. ആ ഒരു കാലഘട്ടത്തിൽ അവർ ദീർഘമായി വിശ്വാസത്തോടെ ദാഹത്തോടെ പ്രാർത്ഥിക്കുകയാണ്. പാപഭാരവുമായി ഞങ്ങളിതാ അങ്ങയുടെ അടുത്തേക്ക് വരുന്നു. അകൃത്യങ്ങൾക്ക് അടിമപ്പെടുമ്പോൾ അങ്ങ് ഞങ്ങളെ മോചിപ്പിക്കുന്നു. ഇങ്ങനെ അവർ പ്രതീക്ഷയോടെയാണ് അവർ പാടുന്നത്. അതിനുശേഷം തങ്ങൾക്ക് സമൃദ്ധി നൽകിയ ദൈവത്തെ പാടി സ്തുതിക്കുകയാണ്. ഭൂമി വിളവ് നൽകിയതിനെ ഓർത്ത് അവിടുന്ന് ഭൂമിയെ സന്ദർശിച്ച് അതിനെ നനയ്ക്കുന്നു. ഇങ്ങനെ ദൈവം ചൊരിയുന്ന സമൃദ്ധി കൃഷിക്കാർക്കൊക്കെ അറിയാം. ദൈവം തന്നാലേ നമുക്കൊക്കെ ഉള്ളൂ. ദൈവമാണ് കാലാവസ്ഥയെ നയിക്കുന്നതും നിയന്ത്രിക്കുന്നതും വേണ്ട സമയത്ത് മഴ നൽകുന്നതെല്ലാം. ഈ ഒരു സമൃദ്ധി പറഞ്ഞ് ദൈവത്തെ ഇസ്രായേൽ ജനം ആരാധിക്കുമ്പോൾ പുതിയ നിയമത്തിൻ്റെ മക്കളായ നാം യേശുക്രിസ്തു വന്ന് നമ്മോട് പറഞ്ഞു, ഞാൻ വന്നിരിക്കുന്നത് ജീവൻ ഉണ്ടാകാനും